പ്രണവിന്റെ ഉദ്ദേശം എന്താണെന്ന് ഇപ്പൊ അറിയാം. ആ ചേട്ടാ, ഇത് ഐശ്വര്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ വീടല്ലേ? ഐശ്വര്യോ? ഏത് ഐശ്വര്യ? ഈ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്ന ഒരു ഐശ്വര്യ ഇല്ലേ, ചേട്ടൻ അറിയാമോ? അയ്യോ, എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ഞാനിവിടെ താമസമായിട്ട് കുറച്ച് നാളേ ഉള്ളൂ. വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്. താക്കോലെടുക്കാൻ മറന്നുപോയി. എന്തായി പ്രണവ് അവിടെ എന്തിനാ നിൽക്കുന്നത്? ആ പുള്ളി ഏതോ ഐശ്വര്യയുടെ വീടാണെന്ന് ചോദിച്ചു മാം. എനിക്കറിയില്ലെന്നാ പറഞ്ഞ മാഡം. എങ്ങനെയുണ്ട് ആന്റി? ഇപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ? ആ ഗേറ്റ് പൂട്ടിയിരിക്കുക മാഡം. അവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നത്. താൻ കാറിലേക്ക് ചെല്ല്. ശരി മാഡം. ആന്റി, ഞാൻ ഇറങ്ങി അങ്ങോട്ട് ചെല്ലട്ടെ. നീ അവിടെ അടങ്ങിയിരിക്കും ശിവാനി. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ നിന്റെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചാ മതി. എങ്കിൽ ആന്റി പറ. പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ശരി, ഓരോരുത്തരായിട്ട് അങ്ങോട്ട് ചെല്ല്. ചേട്ടാ, ചേട്ടൻ ഈ നാട്ടിലുള്ളതാണോ? എന്താ കാര്യം? ഇത് ഐശ്വര്യ എന്ന് പറയുന്ന കുട്ടിയുടെ വീടല്ലേ? അവരെവിടെ പോയെന്നറിയാമോ? കാര്യം എന്താന്ന് വെച്ചാ പറ. ഞാൻ ഉദ്ദേശിക്കുന്ന ആളുടെ വീടാണോ എന്ന് അറിഞ്ഞിട്ട് പറഞ്ഞാ പോരെ? എന്റെ അനിയ, ഇവിടെ രാത്രിയോ പകലൊന്നും ഇല്ലാതെ വരുത്തന്മാര് കിടന്ന് കറങ്ങുന്ന സ്ഥിരം പരിപാടിയാണ്. നിനക്ക് എന്താ വേണ്ടേ? ചേട്ടൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവിടെ മാനവും മര്യാദയ്ക്കും ആൾക്കാർ ജീവിക്കുന്ന സ്ഥലമാണ്. ഓരോരുത്തകളൊന്ന് താമസം തുടങ്ങിയ ശേഷമാണ് ഈ നാടിന്റെ പേരൂടി നശിച്ചത്. നീ ഇവിടെ കിടന്ന് കറങ്ങാതെ വേഗം സ്ഥലം കാലിയാക്കാൻ നോക്ക്. ഹലോ, നിങ്ങൾ വെറുതെ ഓരോ പെൺകുട്ടികളെ കുറിച്ച് എന്തിനാണ് ഈ അനാവശ്യം പറയുന്നത്? പറഞ്ഞാ നീ എന്ത് ചെയ്യടാ? പറടാ, നീ എന്ത് ചെയ്യും? ഈ പ്രണവര് ശുദ്ധനാ. ഏത് വല വിരിച്ചു കൊടുത്താലും കൃത്യമായിട്ട് അതീ ചെന്ന് വീണോളൂ. അതെ, നിങ്ങളടുത്ത് വഴക്കിന് വന്നൊന്നും അല്ല ഞാൻ. ഐശ്വര്യ എന്റെ ലവറാ. ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. ബെസ്റ്റ്. ഇങ്ങനെയുള്ള വൃത്തിയായിട്ടുള്ളവരുമായിട്ടാണ് നീ കല്യാണം കഴിക്കണം. മര്യാദയ്ക്ക് സംസാരിക്കണം. എന്താ പ്രശ്നം? ദേവൻ കുറെ നേരമായിട്ട് ഇവിടെ കിടന്ന് കറങ്ങുന്നു. കാര്യം ചോദിച്ചപ്പോ മുട കാണിക്കുന്നു. ഇവിടെ എന്താണ് പ്രശ്നം? എന്താടാ? ഞാൻ ഒരാളെ അന്വേഷിച്ചു വന്നതാ. അത് നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഈ നാട്ടിൽ വന്നിട്ട് നീ ഞങ്ങളെ ചോദ്യം ചെയ്യണം. ആരാണ് നീ? ആന്റി, എന്റെ ആൾക്കാർ പണി തുടങ്ങിയിട്ടുണ്ടേ. എന്താണ് ദേഹത്തോട്ടുള്ള കളിയൊന്നും വേണ്ട കേട്ടോ. ദേഹത്തോടെ നീ എന്തിനാ? ഇത്രക്കാരൻ വരുന്ന വെറുതെ വിടരുത്. നമ്മുടെ നാടിന്റെ അഭിമാന പ്രശ്നം. നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ ചൊറിയാൻ നിൽക്കാന്ന് വെച്ചാ അടിച്ചോട്ടിക്കണ്ടേ? ശിവാനി, ദേ അവര് കൈവച്ചു തുടങ്ങി. ഞാൻ പോയി ഇടപെടട്ടെ. നല്ല രീതിയിൽ ആദ്യം കുറച്ച് കിട്ടട്ടെ ആന്റി. അല്ലെങ്കിലും അവൻ ഇത്തിരി വിളച്ചിട്ട് കൂടുതലാ. നീ ഒന്ന് പോയേ. ചെറുക്കൻ ദേ അടി മേടിച്ച് കൂട്ടുക. നീ ഇറങ്ങിക്കേ. ഇറങ്ങി ശിവാനി. ശരിയാക്കി തടോ. ഒരു പാവം പയ്യനെ നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് തല്ലി ചതയ്ക്കുന്നോ? എന്ത് മര്യാദ കേടാ ഇത്? പാവം പയ്യനോ? ഇവനോ? ഇവിടെ താമസിക്കുന്ന ഐശ്വര്യ എന്നൊരുത്തി അന്വേഷിച്ച് വന്നത് ഇവൻ. അപ്പൊ തന്നെ അറിയാലോ ഇവൻ പാവം പയ്യനാണോ? അതെ, നിങ്ങളൊന്ന് ക്ഷമിക്ക്. ക്ഷമിക്കാണ് നോക്കൂ വേണ്ട. ഞങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാ. ഇവിടെ വന്ന് തോന്നിയ ദിവസമൊന്നും കാണിക്കാൻ പറ്റില്ല. അതിനെ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഓക്കെ, ഞങ്ങൾ സമ്മതിക്കുന്നു. പ്ലീസ്, ഇനി ഇവനെ ഉപദ്രവിക്കരുത്. ഇവൻ എന്റെ മോനാ. ഇവൻ എന്തോ അബദ്ധം പറ്റിയതാ. ഞാൻ ഇവനെ കൊണ്ടുപോയിക്കോളാം. എടാ, എന്താടാ ഇതൊക്കെ? നിനക്ക് എന്താ പറ്റിയത്? നീ വന്ന് കാറി കയറിക്കേ. ബൈക്കൊക്കെ ഞാൻ അടുപ്പിച്ചോളാം. നീ വന്നേ. വരാൻ മേലി പരിസരത്ത് കണ്ടുവരുത്. വിടാൻ. നീ ഒന്ന് നടന്നേ.